നമസ്കാരം. നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ നിലപാട് കടുപ്പിച്ച് സിപിഐ. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ബിനോയ് വിശ്വം. മുന്നണി യോഗത്തിൽ ആവശ്യമുന്നയിക്കും. LDFിനെ സിപിഐക്ക് നന്നായി അറിയാമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി. എയർ ഇന്ത്യ വിമാനം പറക്കുന്നതിനിടെ താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റിന്റെ മൊഴി പുറത്ത്. ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം അരമണിക്കൂറിലേറെ ഉറങ്ങിപ്പോയി. ദിവസങ്ങളായി ഉറക്കക്കുറവിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തൽ. 24 പേർക്ക് പരിക്കേറ്റ അപകടത്തിന് പിന്നാലെ കർശന സുരക്ഷാ നടപടിയുമായി എയർ ഇന്ത്യ. ടേക്ക് ഓഫിന് മുൻപ് എല്ലാ പൈലറ്റുമാർക്കും ലഹരി പരിശോധന നിർബന്ധമാക്കി. മല്ലികാർജുൻ ഖർഗെയെ അവഹേളിച്ചതിനെതിരെ നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. ഉത്തരാഖണ്ഡിലെ റാലിക്ക് പിന്നാലെ വേദിയിൽ ശ്രീറാം സേന ശുദ്ധികലശം നടത്തിയതിൽ പ്രതിഷേധം. രാജ്യത്ത് ദളിതർക്കിടമില്ല എന്നതിന്റെ തെളിവെന്ന് ഖർഗെ. സംഭവം ദൗർഭാഗ്യകരമെന്ന് JP നദ്ദ രാജ്യസഭയിൽ. അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര സർക്കാർ. ബഹളത്തിൽ മുങ്ങി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് സമാപനം. സ്വാതന്ത്ര്യദിനത്തിന് ദേശീയ പതാക ഉയർത്തുന്നത് വന്ദേമാതരം സമ്പൂർണമായും ആലപിച്ചുകൊണ്ടെന്ന് BJP. സംസ്ഥാനത്ത് 15,000 ഇടങ്ങളിൽ ആഘോഷം. എതിർക്കുന്നവർ രാജ്യവിരുദ്ധ ശക്തികളെ സഹായിക്കുന്നവരെന്ന് രാജീവ് ചന്ദ്രശേഖർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിനും EDക്കും തിരിച്ചടി. 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കില്ല. സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. മെസ്സി സന്ദർശന വിവാദത്തിൽ കടുത്ത നിലപാടുമായി സർക്കാർ. നികുതി വെട്ടിച്ച തുക ഈടാക്കുമെന്ന് മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് കൈകഴുകാനാകില്ല. കായിക സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഏതന്വേഷണം വേണമെന്ന് തീരുമാനിക്കും. മെസ്സിയെ കൊണ്ടുവരികയല്ല, മെസ്സിമാരെ ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി OJ ജനീഷ്. മുട്ടിൽ മരമുറിയിലെ വഞ്ചന കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ വീണ്ടും ഹാജരാകണം. 18 കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കും. റോജി അഗസ്റ്റിന്റെ ജാമ്യമില്ലാ വാറണ്ട് പിൻവലിച്ചു. കേസിന് ആധാരം മരം മുറിച്ചു വിൽക്കാൻ വനം വകുപ്പ് പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്ന തടിക്കമ്പനി ഉടമയുടെ പരാതി. ന്യൂസ് 18 വാർത്തയിൽ ഉടനടി നടപടി. വിവാദമായ അങ്കണവാടി ക്ഷേമനിധി ബോർഡ് CEO നിയമനം പരിശോധിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ചട്ടവിരുദ്ധമായ ഒരു നിയമനവും അംഗീകരിക്കില്ല. ന്യൂസ് 18 രേഖകൾ സഹിതം പുറത്തുവിട്ടത്. സർവീസിൽ നിന്ന് വിരമിച്ച T ഗോപകുമാറിനെ നിയമിക്കാനുള്ള നീക്കം. എറണാകുളം മഹാരാജാസ് കോളേജ് SFI നേതാവ് അഭിമന്യു വധക്കേസിൽ മുങ്ങി നടന്ന 16 പ്രതികളും ഹാജരായി. വിചാരണയ്ക്കായുള്ള നടപടികൾ നിർണായക ഘട്ടത്തിൽ. വായിച്ചു കേൾപ്പിച്ച കുറ്റങ്ങൾ നിഷേധിച്ച് പ്രതികൾ. വിചാരണ തീയതി ഉടൻ തീരുമാനിക്കും. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ വീണ്ടും KB ഗണേഷ് കുമാർ. കേസ് കൊടുക്കുന്നില്ല. അനീതി ചെയ്തവർ പുറത്തുപോകണം. മര്യാദകേടുകൾ വിളിച്ചു പറയും. ചോദ്യം ചെയ്യുന്നത് സുകുമാരൻ നായരുടെ ഹുങ്കിനെയാണെന്നും ഗണേഷ് കുമാർ. പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയ്ക്ക് ആശ്വാസം. 6 പള്ളികൾ ഏറ്റെടുക്കാമെന്ന സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഹൈക്കോടതി പരിഗണിച്ചത് 7 അപ്പീലുകൾ. തർക്കം തീർക്കാൻ സർക്കാരിന്റെ മധ്യസ്ഥതയാകാമെന്ന് കോടതി. എറണാകുളം വടക്കൻ പറവൂരിൽ യുവതിയെ ആൺ സുഹൃത്ത് കൊലപ്പെടുത്തി. ചൂണ്ടി സ്വദേശി സുരമ്യയെ കൊലപ്പെടുത്തിയ പ്രതി ഷിബിൻ കസ്റ്റഡിയിൽ. കൊല്ലം കൊട്ടാരക്കര മൂഴിക്കോട് യുവാവിനെ വെട്ടിക്കൊന്നു. അയൽവാസി സുനിൽകുമാർ പോലീസ് പിടിയിൽ. കോന്നിയിൽ അച്ഛന്റെ സഹോദരനെ യുവാവ് ചവിട്ടിക്കൊന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ മാനസിക സമ്മർദ്ദത്തിലായ സൈനികർ തമ്മിൽ സംഘർഷം. 7 സൈനികർ കൊല്ലപ്പെട്ടു. കടലിൽ ചാടി ആത്മഹത്യയ്ക്കും സൈനികരുടെ ശ്രമം. പ്രതികരിക്കാതെ അമേരിക്ക. വാർത്തയിലേക്ക് വിശദമായി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുന്നണി യോഗം വിളിക്കുന്നതിന് എതിർപ്പുണ്ടായിരുന്നില്ല. പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത് ഔചിത്യമല്ല എന്നാണ് അറിയിച്ചത്.
ചർച്ച വന്നാൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം മുന്നണിയിൽ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF രാഷ്ട്രീയത്തിൻ്റെ ശരിയും ശക്തിയുമെല്ലാം CPIക്ക് അറിയാം. അതുകൊണ്ടാണ് CPI പറഞ്ഞത് LDFിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടക പാർട്ടിയായ CPIക്ക് അസംബ്ലിയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന് ആവശ്യപ്പെട്ടതും ആ കാരണം കൊണ്ടാണ്. ആ നിലപാടിൽ മാറ്റമില്ല. ഇല്ല, ചർച്ച വന്നാൽ ഞങ്ങളുടെ ബന്ധം നല്ല ബന്ധമാണ്. LDFിലെ ഓരോ പാർട്ടിയോടും CPIക്ക് ഉറ്റ ബന്ധമുണ്ട്. ഓരോ പാർട്ടിയോടും ആ ബന്ധമെല്ലാം CPIക്ക് പ്രിയപ്പെട്ട ബന്ധങ്ങളാണ്. CPIക്ക് LDFിൻ്റെ രാഷ്ട്രീയം നല്ലവണ്ണം അറിയാം. CPIക്ക് LDF എന്നാൽ എന്താണെന്നും അറിയാം. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, നിലപാട് കടുപ്പിക്കുകയാണ് CPI. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ചയില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ പദവിയിൽ മുറി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളുടെ അവകാശം ഉറപ്പിക്കാനുള്ള നീക്കം CPM നടത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ് ബിനോയ് വിശ്വം വിശദീകരിക്കുന്നത്? നല്ല ബന്ധമെന്ന് പറയുമ്പോഴും ഈ അവകാശവാദം ആവർത്തിച്ചുന്നയിക്കുന്നത് ബന്ധം വഷളാക്കുമോ? നിലപാട് കടുപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നതാകും ഏറ്റവും ഉചിതം. നേരത്തെ തന്നെ CPI നിലപാട് വ്യക്തമാക്കിയതാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും കൈക്കൊള്ളാൻ CPM തയ്യാറായിരുന്നില്ല. അതാണ് CPI നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത്. മുമ്പും പരസ്യമായി തന്നെ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള മുതിർന്ന CPI നേതാക്കൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാന പദവിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കാര്യം വ്യക്തമാക്കിയതാണ്. അതൊരിക്കൽ കൂടി അരക്കിട്ട് ആവർത്തിക്കുകയാണ് ബിനോയ് വിശ്വം. മുന്നണി യോഗം വിളിക്കരുതെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. LDFിനെ കുറിച്ച് CPIക്ക് കൃത്യമായ ധാരണയുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നതിൽ അനൗചിത്യമുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഉറച്ച നിലപാടിൽ CPI ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മുന്നണി യോഗം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മുന്നണി യോഗത്തിലും തങ്ങളുടെ ആവശ്യം അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് CPI നേതൃത്വം. അങ്ങനെയെങ്കിൽ അതിനോട് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ CPM എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി രാഷ്ട്രീയമായി ഏറ്റവും ഉദ്വേഗമുണർത്തുന്ന കാര്യം. ഇതിൽ ഇനി ഈ ആവശ്യം ഉന്നയിക്കേണ്ടടുത്ത് ഉന്നയിക്കും എന്നതാണ് ബിനോയ് വിശ്വം സൂചിപ്പിക്കുന്നത്. നേരത്തെയും പലതവണ ഇത് ഉന്നയിച്ചിട്ടുണ്ട്. പരസ്യമായി തന്നെ ഈ അവകാശവാദം ഉന്നയിച്ചതാണ് വലിയ പ്രകോപനത്തിലേക്ക് നയിച്ചത്. എന്താണ് സാഹചര്യം ഡാൻ? ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതിന്റെ സൂചനകളാണ് CPM നൽകിക്കൊണ്ടിരുന്നത്. പിണറായി വിജയൻ അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്ത സാഹചര്യമുണ്ട്. മുന്നണിയിൽ പ്രശ്നങ്ങൾ കടുക്കും എന്നതിന്റെ സൂചനയാണോ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ? പ്രശ്നങ്ങൾ കടുക്കും എന്നതിന് അപ്പുറത്തേക്ക് ഇതിൽ കൃത്യമായ ഒരു നയപരമായ തീരുമാനത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ CPM നേതൃത്വം നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം CPIയെ പിണക്കിക്കൊണ്ട് ഈ ദുർബലമായ സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് LDFിന്റെ മുന്നണിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. അതിനുശേഷം നിയമസഭയിൽ 38 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിനിടയിൽ വീണ്ടും തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തുടർന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും നടത്താനുള്ള രാഷ്ട്രീയമായ പോരാട്ടങ്ങളെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പശ്ചാത്തലം വരും. അതുകൊണ്ട് അനുനയ നീക്കത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. എന്തായാലും മുന്നണി യോഗം വൈകാതെ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മുന്നണി യോഗത്തിൽ ഈ വിഷയം ഗൗരവമായി തന്നെ ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് CPI നേതൃത്വമുള്ളത്. പ്രതിപക്ഷ ഉപനേതൃ പദവി കുറഞ്ഞൊന്നും വേണ്ട, അത് കൃത്യമായി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും CPI നേതൃത്വം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ വിമാനം പറക്കുന്നതിനിടെ 300 അടി താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ പൈലറ്റിന്റെ മൊഴി പുറത്ത്. അല്പസമയം ഉറങ്ങിപ്പോയെന്നാണ് പൈലറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയത്. വിശ്രമ സമയത്ത് വ്യക്തിപരമായ കാരണങ്ങളാൽ ഉറങ്ങാൻ സാധിച്ചില്ല എന്നതാണ് പൈലറ്റ് പറയുന്നത്. തുടർന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം 30 മിനിറ്റ് ഉറങ്ങി. ഈ സമയം ഫസ്റ്റ് ഓഫീസറാണ് വിമാനം നിയന്ത്രിച്ചത്. തുടർന്ന് ശുചിമുറിയിൽ പോയതിനു ശേഷം കോക്പിറ്റിലേക്ക് തിരിച്ചെത്തുകയും ഫസ്റ്റ് ഓഫീസറിന് പിന്നിൽ നിൽക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഫസ്റ്റ് ഓഫീസറുമായി വിമാനത്തിലെ എയർ കണ്ടീഷൻ സംവിധാനത്തെക്കുറിച്ച് സംസാരിച്ചു നിൽക്കവെയാണ് വിമാനം താഴ്ചയിലേക്ക് പതിക്കുന്ന സംഭവം ഉണ്ടായതെന്ന് പൈലറ്റ് മൊഴി നൽകിയതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദിവസങ്ങളായി ഉറക്കക്കുറവ് അനുഭവിക്കുകയും കുടുംബ ഡോക്ടർ കുറിച്ചു തന്ന മരുന്ന് കഴിക്കുകയും ചെയ്തിരുന്നുവെന്നും എയർക്രാഫ്റ്റ് അസിസ്റ്റന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയോട് പൈലറ്റ് പറഞ്ഞു. 1 മണിക്കൂറിലേറെയാണ് പൈലറ്റിനെ ചോദ്യം ചെയ്തത്. അതേസമയം കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഏതാണെന്ന് പൈലറ്റ് വെളിപ്പെടുത്തിയിട്ടില്ല. DGCA നിയമപ്രകാരം ഡ്യൂട്ടിക്കെത്തുന്ന പൈലറ്റ് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം
എയർലൈനിനെ അറിയിക്കേണ്ടതാണ്. പൈലറ്റ് മരുന്നുകളെക്കുറിച്ച് എയർ ഇന്ത്യയെ അറിയിച്ചിരുന്നോ എന്നത് വ്യക്തമല്ല. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 20ഓളം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പൈലറ്റിന്റെ രണ്ടാമത്തെ ഡ്രഗ് ടെസ്റ്റും പോസിറ്റീവായതിന് പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. അതേസമയം യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി പൈലറ്റുമാർക്ക് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അഥവാ ലഹരി പദാർത്ഥ പരിശോധന നിർബന്ധമാക്കി എയർ ഇന്ത്യ. ഓഗസ്റ്റ് 4-ന് ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന വിമാനം 300 അടി താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റ് ഇൻ കമാൻഡ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരിച്ചിരുന്നു. 24 പേർക്ക് പരിക്കേറ്റ ഈ ഗുരുതര സംഭവത്തിന് പിന്നാലെയാണ് കമ്പനി സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തമാക്കിയത്. ഇനി മുതൽ എല്ലാ പൈലറ്റുമാർക്കും ടേക്ക് ഓഫിന് മുൻപ് ലഹരി പദാർത്ഥ പരിശോധന നിർബന്ധമായിരിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ സംസാരിച്ച സമ്മേളന വേദിയിൽ ശ്രീറാം സേന ശുദ്ധീകരണ ഹോമം നടത്തിയ വിഷയത്തിൽ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിന്. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഖർഗെ പങ്കെടുത്ത പരിപാടി നടന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം ശ്രീറാം സേന എന്ന സംഘടന വേദി ശുദ്ധീകരിച്ചു, ഹോമം നടത്തി. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഈ വിഷയം വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കുന്നു. കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഈ വിഷയം ഇന്ന് ഖർഗെ തന്നെ രാജ്യസഭയിൽ ഉന്നയിക്കുകയും JP നദ്ദ അതിൽ അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് ഇതുവരെ സഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രതിഷേധം മറ്റൊരു തരത്തിൽ വ്യാപിപ്പിക്കുന്നതിന്റെ സൂചന കൂടിയാണോ ഇപ്പോൾ വരുന്നത്? രേണുക, അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ്. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. 84 വയസ്സുള്ള ദീർഘകാലം പാർലമെന്ററി പരിചയമുള്ള ഒരാൾ കൂടിയാണ് മല്ലികാർജുൻ ഖാർഗെ. അങ്ങനെ മല്ലികാർജുൻ ഖാർഗെ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ രാംലീല മൈതാനിലാണ് കഴിഞ്ഞ ശനിയാഴ്ച കോൺഗ്രസിന്റെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ഈ റാലിയിൽ ഖാർഗെ സംസാരിച്ച ആ വേദിയിൽ അതിന് 2 ദിവസത്തിനു ശേഷം ശ്രീറാം സേനയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ ഒരു ഹോമം നടത്തുകയായിരുന്നു. ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ഖർഗെ. അതുകൊണ്ട് അങ്ങനെ ഒരാൾ സംസാരിച്ച സ്ഥലത്ത് ഹോമം നടത്തി ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അങ്ങനെ ആ ഹോമത്തിന്റെ വിഷ്വലുകളെല്ലാം രാജ്യവ്യാപകമായി സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കോൺഗ്രസും ഈ വിഷയം ഏറ്റെടുത്തത്. ഇന്ന് മല്ലികാർജുൻ ഖർഗെ തന്നെ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു. ഞാൻ ഈ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ്, ഞാൻ ഈ രാജ്യസഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ എവിടെയെങ്കിലും ദളിതൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സംരക്ഷണമോ അവകാശമോ ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ കാലത്തും ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ തൊട്ടുകൂടായ്മ കാണിക്കുന്നു, അങ്ങനെ തീണ്ടിക്കൂടായ്മ കാണിക്കുന്നുണ്ട്. ആ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് BJPയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ BJP പിന്തുണയുള്ള സംഘടനയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നതിന് രാഷ്ട്രീയമായിട്ടല്ല, ഇതിനെതിരെ കേസെടുക്കുകയും നടപടി ഉണ്ടാകുകയും വേണം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇതേ തുടർന്നാണ് JP നദ്ദ ഈ വിഷയത്തിൽ BJPക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല, ഈ വിഷയത്തിൽ എന്താണ് ഈ വിഷയത്തെ ഞങ്ങളെല്ലാവരും തന്നെ അവലംബിക്കുന്നു, അതിന് BJPയുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ല എന്നും കോൺഗ്രസിന് എങ്ങനെയാണോ ഇതിൽ വിഷമമുണ്ടായത് അതുപോലെ തന്നെ BJPക്കും വിഷമമുണ്ട് എന്നുള്ള മറുപടിയാണ് JP നദ്ദ നൽകിയത്. രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് രാജ്യവ്യാപകമായി തന്നെ ഈ വിഷയം ഉന്നയിക്കാൻ വേണ്ടി തന്നെയാണ്. ശ്രീറാം സേന സംഘപരിവാര വിഭാഗത്തിൽപ്പെടുന്ന സംഘടനയാണ്, അതിൻ്റെ പിന്തുണയുള്ള സംഘടനയാണ്. അത്തരം ഒരു സംഘടനയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, ദളിത് വിഭാഗത്തിൽ നിന്നൊരു നേതാവ് പങ്കെടുത്ത ചടങ്ങിൻ്റെ സ്ഥലത്ത് ശുദ്ധീകരണ ഹോമം നടത്തിയത്. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ശ്രീറാം സേനയ്ക്ക് BJPയും സംഘപരിവാറുമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് BJP ഭരിക്കുന്ന ഒരു നാട്ടിൽ അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങൾ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഇപ്പോഴും ദളിതർക്കു നേരെ ഈ തരത്തിലുള്ള തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു എന്നുള്ള വിഷയം ചൂണ്ടിക്കാണിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്താനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. ശരി, ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. അസാധാരണ നീക്കത്തിലൂടെ പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ വന്ദേമാതരം ചൊല്ലി ഇരു സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിലെത്തിയിരുന്നു. ലോക്സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നുവെങ്കിലും വന്ദേമാതരം ചൊല്ലാൻ സ്പീക്കർ ക്ഷണിച്ചു. വന്ദേമാതരം ചൊല്ലിക്കഴിഞ്ഞതോടെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. राष्ट्रगीत वंदे मातरम के सम्मान में खड़े हो जाएं।
പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ നിയമ ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. Namaskar, Vanakkam. Papers to be laid on the table. Shriman Bhupender Yadav ji. 20 ദിവസം നീണ്ട മൺസൂൺ സെഷനിൽ ഒരു ദിവസം പോലും സഭാ നടപടികൾ സുഗമമായി നടത്താനാവാതെയാണ് ഇന്ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. CPI ഡൽഹി സമരത്തിന് ബുക്ക് ചെയ്ത സ്പെഷ്യൽ ട്രെയിനുകൾ റദ്ദാക്കി റെയിൽവേ. CPI റെയിൽവേക്ക് നൽകിയ അഡ്വാൻസ് 10 ലക്ഷം രൂപ തിരികെ നൽകി. കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരത്തിന് 4 സംസ്ഥാനങ്ങളിൽ ബുക്ക് ചെയ്ത ട്രെയിനുകളാണ് റദ്ദാക്കിയത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിനും EDക്കും ഹൈക്കോടതിയിൽ തിരിച്ചടി. 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കില്ല. തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മറ്റ് 24 പ്രതികൾക്കും ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. UDF സർക്കാരിൽ വീണ്ടും നിയമന വിവാദം. വനിതാ ശിശു വികസന വകുപ്പിൽ വഴിവിട്ട നിയമനത്തിന് നീക്കം നടക്കുന്നതായാണ് പരാതി. അങ്കണവാടി വെൽഫെയർ ഫണ്ട് ബോർഡ് സിഇഒയായി സർവീസിൽ നിന്ന് വിരമിച്ച കോൺഗ്രസ് അനുഭാവിയെ കൊണ്ടുവരാനാണ് ശ്രമം. ടി ഗോപകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ശിശു വികസന വകുപ്പ് ഡയറക്ടർ സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. LDF സർക്കാരുകളുടെ കാലത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷം വഴിവിട്ട നിയമനങ്ങളും അതുപോലെ ഇഷ്ടക്കാരെ തിരികെക്കയറ്റലും വകുപ്പുകളിൽ വ്യാപകമായി നടന്നുവന്ന ആരോപണവും ആക്ഷേപവുമാണ് അന്നത്തെ പ്രതിപക്ഷം ഇന്നത്തെ ഭരണപക്ഷം UDF മുന്നോട്ട് വച്ചത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ നാളുകൾ മുതൽ തന്നെ വഴിവിട്ട നിയമനങ്ങളിൽ വലിയ പരാതികൾ ഉയർന്നു വന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിലാണ് അത്തരമൊരു നീക്കം നടക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള അങ്കണവാടി വെൽഫെയർ ഫണ്ട് ബോർഡിൽ CEO നിയമനത്തിലാണ് ക്രമക്കേടിനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. വിരമിച്ച ഉദ്യോഗസ്ഥനെ, കോൺഗ്രസ് സംഘടനാ നേതാവ് കൂടിയായ വിരമിച്ച ഉദ്യോഗസ്ഥൻ ഗോപകുമാറിനെ CEO സ്ഥാനത്തേക്ക്, വെൽഫെയർ ബോർഡിൻ്റെ CEO സ്ഥാനത്തേക്ക് 1 ലക്ഷത്തോളം രൂപ ശമ്പളത്തിൽ പുനർനിയമിക്കാനാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തുന്നത്. അത് കോൺഗ്രസിൻ്റെ താല്പര്യപ്രകാരം, പാർട്ടി നിലപാട് പ്രകാരമാണ് അത്തരമൊരു നീക്കം നടക്കുന്നതെന്ന് വകുപ്പിലെ കത്തിടപാടുകളിൽ വ്യക്തമാക്കുന്നു. ശിശുവികസന വകുപ്പ് ഡയറക്ടർ, സ്പെഷ്യൽ സെക്രട്ടറിക്ക് ശിശുവികസന വകുപ്പ് ഡയറക്ടർ വിഘ്നേശ്വരി, സ്പെഷ്യൽ സെക്രട്ടറി ഷീബ ചൗധരിക്ക് കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗോപകുമാറെ നിയമിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ കത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതിൽ NOC തേടിക്കൊണ്ട്, അനുമതി തേടിക്കൊണ്ടാണ് വിഘ്നേശ്വരി ഇത്തരം ഒരു കത്ത് ഷീബ ചൗധരിന് നൽകിയിരിക്കുന്നത്. നേരത്തെ കൃത്യമായി തന്നെ സർക്കാർ ഉപയോഗിച്ച ചട്ടങ്ങൾ പ്രകാരം ഈ വകുപ്പിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനം നടത്തേണ്ടത്. വനിതാ ശിശു വികസന വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പദവിയിൽ താഴെയില്ലാത്ത ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ തത്തുല്യ പദവിയിലുള്ള ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷനിലോ വേണം CEO നിയമിക്കേണ്ടതെന്ന ചട്ടങ്ങൾ നിലനിൽക്കുകയാണ്. അതെല്ലാം മറികടന്നുകൊണ്ട് പിൻവാതിൽ നിയമനത്തിന് ഇഷ്ടക്കാരനെ തിരികെ കയറ്റാൻ സ്വജനപക്ഷപാതം നിലപാടുമായി വനിതാ ശിശു വികസന വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിനകം തന്നെ വകുപ്പിനുള്ള വലിയ വിവാദമായി ഇത് മാറിക്കഴിഞ്ഞു. തുടർച്ചയായി നിയമന വിവാദങ്ങളിൽപ്പെടുന്ന UDF സർക്കാർ ഇതിലെന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. CEO നിയമനം പരിശോധിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ചട്ടവിരുദ്ധ നിയമനം അംഗീകരിക്കില്ല എന്നതാണ് മന്ത്രി സൂചിപ്പിച്ചത്. ന്യൂസ് 18 വാർത്തയെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു പ്രതികരണം. എൻ്റെ ശ്രദ്ധ, ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ അല്ല, എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. പരിശോധിക്കാം. പരിശോധിക്കാം. നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യില്ല. പരിശോധിക്കാം. മെസ്സി വിവാദത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളെന്ന് മുഖ്യമന്ത്രി. റിപ്പോർട്ട് ഗൗരവമായി പഠിക്കുകയാണ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് മുൻ സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല. സ്വകാര്യ സ്ഥാപനത്തിന് എങ്ങനെ അനുമതി കൊടുത്തു? GST വെട്ടിപ്പ് നടന്നു. മുൻ സർക്കാർ അതിന് നോട്ടീസ് നൽകി പിന്നീട് മരവിപ്പിക്കപ്പെട്ട സ്ഥിതിയുണ്ടായി. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കാൻ നടപടിയുണ്ടാകും. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഏത് തരത്തിലുള്ള പരിശോധന വേണമെന്നത് പ്രഖ്യാപിക്കും എന്നും VD സതീശൻ പറഞ്ഞു.
മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ചില ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെയും വിലയിരുത്തൽ. മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ സർക്കാർ അറിയാതെ ഇതുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ നടന്നു. അന്ന് മെസ്സിയെ കൊണ്ടുവരുന്നതിനായി AFIക്ക് ഡോളർ രൂപത്തിൽ പണം കൈമാറിയപ്പോൾ അതിൽ GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 7 മാസം കഴിഞ്ഞ സർക്കാർ തന്നെ മരവിപ്പിച്ചു വെച്ചു എന്നുമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളും മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സമഗ്രമായ അന്വേഷണം ഈ വിവാദത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് കേന്ദ്ര ഏജൻസിക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറണോ അതോ സംസ്ഥാന തലത്തിൽ തന്നെ സർക്കാരിന് കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് അതിന്റെ അന്വേഷണം നടത്തിച്ചാൽ മതിയോ എന്ന കാര്യത്തിലൊക്കെ ഈ വിശദമായ പ്രാഥമിക അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ ഒരു വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും നിയമപരമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അല്ല, ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണുള്ളത്. കായിക വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിന്റെ പരിഗണനയിലാണ്. പ്രഥമ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരുതരമായ ക്രമക്കേട് അക്കാര്യത്തിലുണ്ട്. അതിന്റെ ഉണ്ടായിരിക്കേണ്ട അനാസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അത് ധനകാര്യ വകുപ്പ് നടത്തും. അതേസമയം വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ ഒരു തരത്തിലുള്ള ഇടപെടലുകളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നും നിയമപരമായി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നതെന്നുമായിരുന്നു മന്ത്രി PC വിഷ്ണുനാഥിന്റെ പ്രതികരണം. ഇല്ല, ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയപരമായ ഇടപെടലും ഇല്ല. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച എല്ലാ അന്വേഷണവും നിയമപരമായിട്ടേ നടത്തത്തുള്ളൂ. നിയമപരമായിട്ടല്ലാതെ ഒരു കാര്യവും ചെയ്യില്ല. ഇപ്പോ ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടാണ് ഈ പുതിയ ചർച്ചയ്ക്ക് കാരണമായത്. ആ റിപ്പോർട്ടിന്റെ നിയമപരമായ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കും. നിയമവിരുദ്ധമായി ആരെയും നിരോധിക്കാനോ നിയമപരമായി ഉള്ള കാര്യങ്ങളിൽ ആരെയും സംരക്ഷിക്കാനോ സർക്കാർ ശ്രമിക്കില്ല. മെസ്സി തട്ടിപ്പ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടായോ ഇല്ലയോ എന്നതിനേക്കാൾ അർഹമായ നടപടിക്രമങ്ങൾ സർക്കാർ പാലിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമെന്ന് കായിക മന്ത്രി OJ ജനീഷ് കുമാർ. കേസിനാസ്പദമായ പല ഫയലുകളും കരാറിന്റെ കൃത്യമായ വിശദാംശങ്ങളും നിലവിൽ സർക്കാരിന്റെ പക്കലില്ല. സർക്കാരിന് പരിപൂർണ വിശ്വാസമില്ലാത്ത ഒരു കാര്യത്തിൽ എന്തിന് ഒപ്പം നിന്നു എന്നും മന്ത്രി ചോദിച്ചു. അതേസമയം മെസ്സിയെ കൊണ്ടുവരികയല്ല, മെസ്സിമാരെ ഉണ്ടാക്കലാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അത് കായിക വകുപ്പിന്റെ റിപ്പോർട്ട് ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈമാറിയതാണ്. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പോകേണ്ടതെന്ന് കണക്കാക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് സാമ്പത്തികമായ നഷ്ടമുണ്ടോ നഷ്ടമില്ലേ എന്നുള്ളതല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടത്തേണ്ടുന്ന ഇടപെടലുകളിൽ പാലിക്കേണ്ട ജാഗ്രതയും പാലിക്കേണ്ട പ്രൊസീജിയേഴ്സും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം. സർക്കാരിൻ്റെ പേര്, സർക്കാരിൻ്റെ സ്റ്റേഡിയം, ഭരണകേന്ദ്രം, കേന്ദ്രാനുമതി അപേക്ഷകൾ, ചീഫ് സെക്രട്ടറി തല യോഗങ്ങൾ, വിദേശ പണമടവ് സൗകര്യപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ, അതെല്ലാം ഒരു സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റിന് സർക്കാർ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ആ സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റിനെ സെലക്ട് ചെയ്തത്? അതിന് മറ്റെന്തെങ്കിലും മുഖ്യമന്ത്രി ചോദിച്ച പോലെ മറ്റേതെങ്കിലും രീതിയിൽ ഒരു ഓപ്പൺ കോൾ ഉണ്ടായിരുന്നു? അവരെ ഏത് രീതിയിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചുമതലപ്പെടുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? അവരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ കരാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ടായില്ലല്ലോ. സർക്കാരിൻ്റെ കൈവശം അത്തരം രേഖകളില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള പല കാര്യങ്ങളും പല ഫയലുകളും ഇവിടെ ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് കൂടുതലായി അന്വേഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കരാറ് ഇപ്പോൾ തന്നെ പറയുന്നത് അത് രഹസ്യ സ്വഭാവമുള്ള കരാറാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആർക്കും ലഭ്യമായിരുന്നില്ല. ഇവിടെ ഗവൺമെൻറ് ഫയലിലില്ല, പക്ഷേ ഡൽഹി ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടതിൽ ആ കരാറുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഗവൺമെൻറ് കൈവശം അത്തരം ഒരു കരാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൈവശം ആ കരാറിൻ്റെ വിശദാംശങ്ങളില്ല എന്നിരിക്കെ ഗവൺമെൻറ് എന്തിനാണ് മറ്റെല്ലാ സൗകര്യങ്ങളും ഓഫർ ചെയ്യുന്നത്? എന്തിനാണ് മറ്റ് കത്തിടപാടുകൾ വീണ്ടും വീണ്ടും നടത്തുന്നത്? ഗവൺമെൻറ്റിൻ്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അതിനുവേണ്ടി ഒരുക്കി കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യേണ്ട സാഹചര്യം എന്താണുള്ളത്? അപ്പോൾ ഗവൺമെൻറ്റിന് പരിപൂർണമായും ബോധ്യമില്ലാത്ത ഒരു സ്വകാര്യ കരാറിന് വേണ്ടി ഗവൺമെൻറ് നിന്ന് കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ.
അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ പരിശോധന സ്വാഭാവികമായിട്ടും നടത്തപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് അത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതും ആ പരിശോധന നടക്കുന്നു. സംസ്ഥാനത്തെ കായിക താരങ്ങൾക്ക് പുരസ്കാര തുക ഉയർത്തി കായിക മന്ത്രി ഒ.ജെ. ജനീഷ് കുമാർ. കായിക താരങ്ങൾ കേരളത്തിൽ തന്നെ തുടരുമെന്നും അവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പരമാവധി പിന്തുണ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസ് വെള്ളി മെഡൽ ജേതാക്കളായ എം ശ്രീശങ്കറിനും അബ്ദുള്ള അബൂബക്കറിനും 20 ലക്ഷം രൂപ വീതവും ഫൈനലിസ്റ്റുകളായ സജ്ജൻ പ്രകാശ്, അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അതേസമയം ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് സാന്ദ്ര മോൾ സാബുവിനും ചെസ്സിൽ അണ്ടർ-19 ലോക കിരീടം നേടിയ ദേവി ബിജേഷിനും 20 ലക്ഷം രൂപ വീതം നൽകും. കായികരംഗത്ത് സംസ്ഥാനത്തിന്റെ അഭിമാനമുയർത്തിയ താരങ്ങൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാര തുകയെന്ന് മന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്ക് ലോങ് ജമ്പിലാണ് 20 ലക്ഷം രൂപയും, അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ബാസിലിന് 20 ലക്ഷം രൂപയും, ഏഷ്യൻ ഗെയിംസ് അണ്ടർ-23 സ്വർണ്ണ മെഡൽ നേടിയ സാന്ദ്രാമോൾ സാബുവിന് 20 ലക്ഷം രൂപയും, ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-12 ചാമ്പ്യനായ ദിവി ബിജേഷിന് ചെസ്സിൽ ചാമ്പ്യനായ ദിവി ബിജേഷിന് 20 ലക്ഷം രൂപ വീതവും, കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഫൈനലിസ്റ്റുകളായി മാറിയ സജൻ പ്രകാശിന് സ്വിമ്മിങ്ങിൽ അദ്ദേഹത്തിന് 5 ലക്ഷം രൂപയും, കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അത്ലറ്റിക്സിൽ ഫൈനലിസ്റ്റായ അൻസ ബാബുവിന് 5 ലക്ഷം രൂപയും അടക്കമുള്ള 90 ലക്ഷം രൂപയുടെ പാരിതോഷികങ്ങൾ ഇന്നത്തെ ക്യാബിനറ്റിൻ്റെ പ്രത്യേകമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. കൂടാതെ കോമൺവെൽത്ത് ഗെയിംസിലെ വെള്ളി മെഡൽ ജേതാക്കളായ ശ്രീശങ്കർ മുരളിയുടെയും മുഹമ്മദ് ബാസിലിൻ്റെയും പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതം ക്യാഷ് അവാർഡും അനുവദിക്കാവുന്ന കാര്യം കൂടി ഇന്നത്തെ ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയാണ്. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കണക്കുകൂട്ടൽ പിഴച്ചെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചി. രഹസ്യാന്വേഷണ വിവരങ്ങളിലെ വീഴ്ചയാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ പിഴയ്ക്കാൻ കാരണം. അമേരിക്കയ്ക്ക് ഏറെക്കാലമായി രഹസ്യാന്വേഷണ വിവരങ്ങളിലെ വീഴ്ചകൾ കാരണം തെറ്റായ കണക്കുകൂട്ടലുകളാണ് ഉള്ളത്. ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമാണ്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക സ്വീകരിച്ച നടപടികൾ അതിലും വലിയ തെറ്റായ കണക്കുകൂട്ടലിൽ നിന്നുണ്ടായതാണ്. വ്യാജ വാർത്തകളേക്കാൾ മോശമാണ് വ്യാജ രഹസ്യാന്വേഷണ വിവരങ്ങളെന്നും അഗ്രച്ചി പരിഹസിച്ചു. എക്സിലൂടെയായിരുന്നു അഗ്രച്ചിയുടെ വിമർശനം. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധപ്പെട്ട അർദ്ധസൈനിക വിഭാഗമായ ബസീജ് ഓർഗനൈസേഷന്റെ കമാൻഡർ ഹുസൈൻ തായിബ് ആണ് ഈ അവകാശവാദം ഉന്നയിച്ചത്. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലും മാനേജ്മെന്റിലുമാണ് എന്ന് ഹുസൈൻ തായിബിന്റെ അവകാശവാദത്തിൽ പറയുന്നു. ഇസ്ലാമിക് വിപ്ലവത്തിന്റെ ശക്തി അമേരിക്കക്കാർ കണ്ടുകഴിഞ്ഞു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കയ്ക്കാണ് എന്ന് നേരത്തെ ട്രംപ് അവകാശപ്പെട്ടിരുന്നു. US നാവികസേനയുടെ ഉപരോധത്തെ ഉരുക്ക് മതിൽ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഹോർമുസ് എന്ന തന്ത്രപ്രധാന ജലപാത ഇപ്പോൾ തങ്ങളുടെ അധീനതയിലാണ് എന്നും അത് അമേരിക്ക തന്നെ കൈവശം സൂക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ അവകാശവാദം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും അവർ ജീവനും കൊണ്ട് ഓടുകയാണ് എന്നും ട്രംപ് പരിഹസിച്ചിരുന്നു. ദൈവത്തിന് സ്തുതി അറിയിച്ച ട്രംപ് ഇറാനിനി പശ്ചിമേഷ്യയിലെ ഗുണ്ട അല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ അവകാശവാദം വരുന്നത്. US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കുകയും തങ്ങളുടെ മരവിപ്പിച്ച ആസ്തികൾ തിരികെ നൽകുകയും ഉപരോധങ്ങൾ നീക്കുകയും യുദ്ധകാലത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ അനുവദിക്കില്ല എന്നതാണ് ഇതിൽ ഇറാന്റെ നിലപാട്. അതേസമയം യുദ്ധമുടൻ അവസാനിക്കില്ല എന്ന സൂചനയുമായി ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനും രംഗത്ത് വന്നു. US പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ തങ്ങൾ യുദ്ധം വലിച്ചു നീട്ടുമെന്നും ഇറാനെ ആക്രമിക്കുന്നതിന്റെ വില എന്താണെന്ന് US മനസ്സിലാക്കണമെന്നും IRGC ജനറൽ മുഹമ്മദ് റേസ നഖ്തി പറഞ്ഞു. 2009 ജനുവരി 20-നാണ് പ്രസിഡന്റ് സ്ഥാനത്ത് ട്രംപിന്റെ കാലാവധി കഴിയുന്നത്. ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ ശത്രുക്കൾ ധൈര്യപ്പെടാത്ത തരത്തിൽ മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. എങ്കിലേ തങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനാകൂ. അതിനൊരു മാർഗം അടുത്ത US പ്രസിഡന്റ് വരുന്നതുവരെ യുദ്ധം വലിച്ചു നീട്ടുക എന്നതാണ്. അതിലൂടെ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാലുണ്ടാകുന്ന വില എന്ത് എന്ന് ബോധ്യപ്പെടുത്താനാകുമെന്നും നഖ്തി പറഞ്ഞു. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയുടെ അടുത്ത സഹായി കൂടിയായ നഖ്തി US മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു. US അണ്വായുധം ഉപയോഗിക്കുമോ എന്ന ചോദ്യത്തിന് അത് അവർ ചെയ്യുന്ന അബദ്ധമായിരിക്കുമെന്നും നഖ്തി മറുപടി നൽകി. ഇടവേള.
വാർത്തകൾ തുടരുന്നു. വന്ദേ മാതരം വിവാദത്തിൽ ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് മുഖ്യമന്ത്രി കേന്ദ്രം അയച്ച കത്ത് അദ്ദേഹം ഫോർവേഡ് ചെയ്യുകയായിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ നയം എന്ത് എന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതൊക്കെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. അല്ല, വ്യാപകമായ ശ്രമം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. ഫോർവേഡ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നായാലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവിടെ അയച്ച ആർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിൽ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയുന്നത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDFനും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ടേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. വന്ദേമാതര വിവാദത്തിൽ RSSന് പൂർണ്ണമായും സർക്കാർ കീഴടങ്ങിയെന്ന് MV ഗോവിന്ദൻ. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി കത്ത് നൽകിയത് എന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തോടെ വ്യക്തമായി എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുഴുവൻ പാടിയില്ല എങ്കിൽ 3 വർഷം ശിക്ഷ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല. പാടുമ്പോൾ തടസ്സപ്പെടുത്താനോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ പാടില്ലെന്ന് മാത്രമാണ് നിയമമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. RSSനും സംഘപരിവാർ വിഭാഗങ്ങൾക്കും പൂർണ്ണമായി കീഴടങ്ങി അതൊരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. മുഴുവൻ പാടിയില്ല എങ്കിൽ 3 വർഷം തടവ് ശിക്ഷ ലഭിക്കും എന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്. എന്നാൽ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല എന്ന കാര്യവും എല്ലാവർക്കും അറിയാം. പാടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താനോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ പാടില്ല എന്ന് മാത്രമാണ് നിയമത്തിൽ പറയുന്നത്. മറ്റന്നാൾ സ്വാതന്ത്ര്യദിനത്തിന് വന്ദേമാതരം സമ്പൂർണ്ണമായും ആലപിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്താൻ BJP തീരുമാനം. 15,000 കേന്ദ്രങ്ങളിലായിരിക്കും പരിപാടിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA അറിയിച്ചു. ബൂത്ത്, പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാ തലങ്ങളിലായിരിക്കും വന്ദേമാതര ആലാപനവും പതാക ഉയർത്തലും നടക്കുക. വന്ദേമാതരത്തെ അപമാനിക്കുന്നതും രാജ്യവിരുദ്ധ ശക്തികൾക്ക് പിന്തുണ നൽകുന്നതുമായ നിലപാടുകൾക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. സുകുമാരൻ നായർക്കെതിരെ വീണ്ടും KB ഗണേഷ് കുമാർ. അനീതി ചെയ്യുന്നവർ പുറത്തു പോകണമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. സുകുമാരൻ നായർക്കെതിരെ കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മന്നത്ത് ആചാര്യൻ കേസും കൂട്ടവുമായി നടക്കരുതെന്ന് പറഞ്ഞിരുന്നു. കേസ് കൊടുത്താൽ NSSന്റെ പണം ഉപയോഗിച്ച് സുകുമാരൻ നായർ കേസ് നടത്തും. സിവിൽ കേസുകൾ അന്യായമായി നീട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ജനങ്ങളോട് കാര്യങ്ങൾ പറയും. പത്തനാപുരത്തെ തോൽവിയിൽ സുകുമാരൻ നായരുടെ ഗൂഢാലോചനയുണ്ട്. തന്നെക്കൊണ്ട് വാ തുറപ്പിക്കാതെ ഇരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ കഴിയുക സുകുമാരൻ നായരുടെ കരയോഗത്തിനാണ് എന്നും ആ കരാളഹസ്തത്തിൽ നിന്നുള്ള മോചനം എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. കേസൊന്നും ആയില്ല, കോടതിയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് തടിയൂരാനുള്ള പരിപാടിയാണ്. അത് വേണ്ട. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കുന്നതിന് പകരം കാണിക്കുന്ന മര്യാദകേടുകൾ ജനമധ്യത്തിൽ പറയും. നാട്ടുകാരെ അറിഞ്ഞാൽ മതി. ജനകീയ കോടതിയിൽ അറിഞ്ഞാൽ മതി. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാത്തതിന്റെ കാരണം ഇതാണ്. MDMA കേസിലെ പ്രതിയുമായി മുഖ്യമന്ത്രിക്ക് വർഷങ്ങളായുള്ള പരിചയമെന്ന് MV ഗോവിന്ദൻ. 2021 മുതൽ VD സതീശനൊപ്പമുള്ള ചിത്രങ്ങൾ ഇയാൾ പങ്കുവച്ചിരുന്നു. ഹുസൈനും മുഖ്യമന്ത്രിയും ഒരുമിച്ചുള്ള ചിത്രങ്ങളുടെ വീഡിയോകളും MV ഗോവിന്ദൻ പങ്കുവച്ചു. MDMAയുമായി പിടിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറിയാമെന്ന് നേരത്തെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. മുഹമ്മദ് ഹുസൈനെയും അബ്ദുൽ സലാമിനെയും നേരിട്ടറിയാം. നവകേരള യാത്രയ്ക്കിടെ പരിക്കേറ്റപ്പോഴാണ് ഇവരെ പരിചയപ്പെട്ടതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പലതവണ നേരിട്ട് കണ്ടു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ പ്രവർത്തകനോടുള്ള വാത്സല്യം മാത്രമാണുള്ളതെന്നും തന്റെ സോഷ്യൽ മീഡിയ ടീമിൽ അവരില്ല എന്നും VD സതീശൻ പറഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിലെ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു.
ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. ആശ്വസിപ്പിച്ചു. അപ്പം ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇതേയുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ, അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ ആർക്കും അതറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻസറിംഗ് ആരോപണം നിഷേധിച്ച മുഖ്യമന്ത്രി ഒരു വാർത്തയും നീക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. വാർത്ത നീക്കാനുള്ള സ്വാധീനം മെറ്റയിൽ തനിക്കില്ല. മെറ്റയ്ക്ക് സർക്കാർ കത്തെഴുതാം, തന്നെ വിമർശിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യരുതെന്ന് ആവശ്യപ്പെടാം. അപ്രഖ്യാപിത നടപടിയാണ്. പ്രധാനമന്ത്രിയോട് മെറ്റ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വാർത്ത നീക്കിയതിൽ പരാതി നൽകണം. സർക്കാർ കൂടെ നിൽക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇത് ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണം പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ ബോർഡുണ്ട് 3 എണ്ണം. ഒന്ന് ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് കൊല്ലം രൂപതയുടെ 700ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം പല നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും വെച്ചു. അത് റിമൂവ് ചെയ്തു. അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. 2, ഞാൻ ഷിബു ബേബി ജോണും ഞാനും തമ്മിൽ ഒരുമിച്ച് ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയത്, അത് ചില ചാനൽ കൊടുത്തത് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. 3ാമത് KCBC മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആരും രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞ് വെച്ച എൻ്റെ കൂടി ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഈ സോഷ്യൽ മീഡിയ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ എല്ലാ റിലീസും ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നാളെ എൻ്റെയും പോകില്ലേ. അതിന് നമുക്ക് ഇടപെടണം. നിങ്ങളും ഇടപെടണം, നിങ്ങൾ അതിൻ്റെ അകത്ത് പരാതികൾ കൊടുക്കണം. അതിന്റെ കൂടെ സർക്കാർ നിൽക്കും, ഒരു സംശയ കാര്യത്തിലില്ല. രക്തം കേൾക്കണമെന്നും മെറ്റയായിട്ടൊന്നും ഇപ്പോൾ ഒരു സ്ഥലത്ത് സംസാരിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ ഓഫീസിലെ ഒരാളും ഞങ്ങളെ ഓഫീസിൽ പറഞ്ഞ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യണം. മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. അത് നിങ്ങൾ അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിന്റെ കൂടെ സർക്കാർ ഉണ്ടാവും. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി റദ്ദാക്കി. ഓർത്തഡോക്സ് വിഭാഗത്തിന് തിരിച്ചടിയാണ് കോടതിയുടെ നടപടി. പാലക്കാട്, എറണാകുളം, കൊല്ലം ജില്ലകളിലെ 6 പള്ളികളുമായി ബന്ധപ്പെട്ട 7 അപ്പീലുകളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. പള്ളികളുടെ ഭരണവും കൈവശവും സംബന്ധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവുകളാണ് അപ്പീലിൽ ചോദ്യം ചെയ്തത്. സർക്കാരിന്റെ മധ്യസ്ഥതയ്ക്ക് കോടതി പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. കാസർഗോഡ് വിവാദ ചോദ്യാവലിയിലെ അധ്യാപകന്റെ സസ്പെൻഷനിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. തെറ്റായ ചോദ്യത്തിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണമോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. അധ്യാപകന്റെ സസ്പെൻഷൻ ശിക്ഷാ നടപടിയാണോ എന്നും ഹൈക്കോടതി ആരാഞ്ഞു. അധ്യാപകൻ ഗുരുപ്രസാദിന്റെ ഹർജി പരിഗണിക്കുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി.
മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു വധക്കേസിൽ വിചാരണ നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക്. തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതിരുന്ന കേസിലെ 16 പ്രതികളും ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരായി. പ്രോസിക്യൂഷൻ ആവശ്യപ്രകാരം പുതുതായി ഉൾപ്പെടുത്തിയതടക്കമുള്ള കുറ്റപത്രം കോടതി ഇന്ന് പ്രതികളെ വായിച്ചു കേൾപ്പിച്ചു. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള കുറ്റങ്ങളെല്ലാം പ്രതികൾ കോടതിയിൽ നിഷേധിച്ചു. മുട്ടിൽ മരമുറി കേസിലെ വഞ്ചനാ കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ വീണ്ടും ഹാജരാകണമെന്ന് കോടതി. ഈ മാസം 18-ന് ഹാജരാകാനാണ് നിർദ്ദേശം. അന്ന് കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കും. ഒന്നാം പ്രതി റോജി അഗസ്റ്റിൻ ഇന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. വൻ നഴ്സിംഗ് തട്ടിപ്പ് നടത്തിയ പ്രതി പോലീസ് പിടിയിൽ. ചങ്ങനാശ്ശേരി സ്വദേശിയും കനേഡിയൻ പൌരനുമായ ജെയിംസ് കുട്ടി കുര്യാക്കോസിനെയാണ് ചിങ്ങവനം പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം 55 കേസുകളുണ്ട്. കൊല്ലം കൊട്ടാരക്കര മൂഴിക്കോട് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. നെല്ലിവിള ഭാഗം സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി സുനിൽകുമാർ പോലീസ് പിടിയിലായി. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പത്തനംതിട്ട കോന്നിയിൽ 45-കാരനെ 27-കാരൻ ചവിട്ടിക്കൊന്നു. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അംബേദ്കർ ഉന്നതിയിലെ അനിലാണ് മരിച്ചത്. സഹോദരന്റെ മകൻ സുധീഷ് കസ്റ്റഡിയിലാണ്. എറണാകുളം വടക്കൻ പരവൂരിൽ യുവതിയെ ആൺ സുഹൃത്ത് കൊലപ്പെടുത്തി. ചൂണ്ടി സ്വദേശി സുരമ്യയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഷിബിൻ കസ്റ്റഡിയിലായി. ഷിബിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മലപ്പുറം എടപ്പാൾ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് 2 മരണം. മുരുകൻ, മാരിയപ്പൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ചങ്ങരംകുളം പോലീസ് ബസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിരുവനന്തപുരം കോവളത്ത് തെരുവുനായ ആക്രമണം. 5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 6 പേരെ തെരുവുനായ ആക്രമിച്ചു. കശ്മീരി സ്വദേശികളായ ദമ്പതികളുടെ 5 വയസ്സുള്ള കുട്ടിക്ക് നേരെയാണ് തെരുവുനായ ആക്രമണമുണ്ടായത്. ഓമന, ഷൈജു, സക്കീർ ഹുസൈൻ, സ്റ്റാൻലി തുടങ്ങിയവരെയാണ് നായ കടിച്ചത്. പ്രദേശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന 13 ഏക്കർ സ്ഥലത്ത് തെരുവുനായകളുടെ സങ്കേതമാണ്. ഡോഗ് റെസ്ക്യൂ സംഘമെത്തി 2 നായ്ക്കളെ പിടികൂടി. അതിൽ ഒരു നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന സംശയമുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മട്ടുപ്പാവ് കർഷകയ്ക്കുള്ള കൃഷിവകുപ്പിന്റെ അവാർഡ് നേടിയത് ഒരു ചങ്ങനാശ്ശേരിക്കാരിയാണ്. ചങ്ങനാശ്ശേരി ഫാത്തിമപുരം സ്വദേശിനി അനിത എം കാസിം. തന്റെ 1200 സ്ക്വയർ ഫീറ്റ് മട്ടുപ്പാവിലെ അനിതയുടെ കൃഷി ആരെയും അമ്പരപ്പിക്കുന്നതാണ്. കൃഷി മാത്രമല്ല, അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അനിത നിർമ്മിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലെ ഒരു മട്ടുപ്പാവിലാണ്. ഈ മട്ടുപ്പാവ് നിറയെ കൃഷിയാണ്. ഈ കൃഷി സ്വന്തം ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു അവാർഡിലേക്ക് കൂടി എത്തിച്ചിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശിനി അനിത എം കാസിം. വിഷരഹിതമായ പച്ചക്കറി കുട്ടികൾക്കും നമുക്കും കഴിക്കാനായിട്ട് വേണ്ടി ഞാനൊരു 10 ബാഗിലായിട്ട് തുടങ്ങിയ കൃഷിയാണ്. പിന്നെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൊക്കെ ചേർന്നു. അവിടെയുള്ള വലിയ വലിയ കർഷകർ ചെയ്യുന്ന കൃഷികളൊക്കെ കണ്ടു. നല്ല കർഷകരുടെ വീടുകളിൽ പോയി അവരുടെ കൃഷിരീതികൾ കണ്ടു മനസ്സിലാക്കി. അങ്ങനെ ആ 10 എന്നുള്ളത് കൂടുതൽ ഉത്സാഹമായി വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് 10, 20ആയി, 20, 30ആയി. അങ്ങനെ ഇന്നത് ഒരു 1000ഓളം ബാഗുകളിൽ എത്തി നിൽക്കുന്നു. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഞാനൊരു 5 ഡ്രമ്മിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 3 വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഈ പിങ്ക് കളറിലത്, വൈറ്റ്, പിന്നെ ഒരു വയലറ്റ് കളറ്.
ഇതിൽ നിന്ന് എനിക്ക് നല്ല പിന്നെ രീതിയിൽ ഫ്രൂട്ട്സ് എനിക്ക് കിട്ടാറുണ്ട്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാൽ നമ്മൾ ഒരിക്കലേ അത് വാങ്ങുകയുള്ളൂ. പക്ഷേ ഇത് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും അത് കഴിക്കണമെന്നും പിന്നെ അത് ഒന്നുകൂടെ നട്ട് വളർത്തണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ഇത് കുക്കുംബറുടെ ഒരു 3 ഇനം കുക്കുംബറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ബ്രൗൺ കുക്കുംബറുണ്ട്, സാദാ ഗ്രീൻ ഉണ്ട്, പിന്നെ സാനിയ കുക്കുംബറുണ്ട്. ഇത് സാനിയ ഇനത്തിൽപ്പെട്ട ഒരു കുക്കുംബറാണ്, ഗ്രീൻ, നല്ല ഗ്രീൻ കളറിലെ കുക്കുംബർ. അപ്പോൾ അങ്ങനെ ഒരു 3 ഇനം കുക്കുംബറാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഫലം എനിക്ക് ഇവരിൽ നിന്ന് കിട്ടാറുണ്ട്. വൻതേനീച്ചയുടെ 3 കൂടാണ് എനിക്കുള്ളത്. അതിൽ ഒരെണ്ണം ഞാൻ ടെറസിലാണ് വെച്ചേക്കുന്നത്. അതുപോലെ ചെറുതേനീച്ചയുടെ ഒരു കൂട് ഞാൻ ടെറസിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പോളിനേഷൻ്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എൻ്റെ തോട്ടത്തിലുണ്ടാകുന്ന പൂക്കളെല്ലാം തന്നെ കായ്കളായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഇത് എൻ്റെ മഞ്ഞളാണ്. മഞ്ഞൾ തന്നെ 3 ഇനത്തിൽപ്പെട്ടുള്ള മഞ്ഞളാണ് ഞാൻ ഇവിടെ വളർത്തിയേക്കുന്നത്. പ്രതിഭ മഞ്ഞൾ, നാടൻ ഇനം മഞ്ഞൾ, പിന്നെ വയനാടൻ ഇനം. അങ്ങനെ 3 ഇനം മഞ്ഞളാണ് ഞാൻ വളർത്തിയെടുക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയും വിപണനം ചെയ്യാനുള്ള പൊടിയും എനിക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് കസ്തൂരി മഞ്ഞൾ ഞാൻ ഇതിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാറുണ്ട്. ഫേസ് പാക്കുകളിലും സോപ്പുകളിലും ഒക്കെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ പൊടിച്ച് വിപണനവും ചെയ്യാറുണ്ട്. ഇത് ഒരു 5-6 ബാഗുകളിലായിട്ട് ഞാൻ പേൾ മില്ലറ്റ് നട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിനകത്തുള്ള ധാരാളം പൂമ്പൊടി കണ്ടില്ലേ, ഈ പൂമ്പൊടി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തേനീച്ചകൾ എത്രമാത്രം വന്നിരുന്ന് ആ പൂമ്പൊടി ശേഖരിക്കുന്നതെന്ന്. അപ്പം അവർക്കും കൂടെ വേണ്ടിയാണ് ഞാനിത് നട്ടിരിക്കുന്നത്. തക്കാളി 2 ഇനത്തിലുള്ള തക്കാളി ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ അത് ഇപ്പോൾ അത് കാ പിടിച്ച് വരുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ ഇവർ എനിക്ക് കായ്ഫലം തരാറുണ്ട്. അപ്പോൾ ഈ തക്കാളിയുടെ വളർച്ചയിൽ ഞാൻ ചെയ്യുന്നത് പിന്നെ നട്ട് ഒരു കൈപ്പത്തി വലിപ്പമാകുമ്പോൾ തന്നെ ഇവരുടെ തലപ്പ് ഞാൻ നുള്ളിവിടും. പിന്നീട് വളർച്ചയുടെ സമയത്ത് ഞാൻ പിന്നെ നൈട്രജൻ വളങ്ങൾ ആണ് കൂടുതൽ കൊടുക്കുന്നത്. പൂവിടുന്ന സമയം തൊട്ട് ഞാൻ ഇവർക്ക് പൊട്ടാസ്യം കലർന്ന വളങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ പഴത്തൊലി, നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന പഴത്തൊലി, പിന്നെ ശർക്കര, തേങ്ങാവെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് മിശ്രിതം ഉണ്ടാക്കി കൂടെ 1-2 ദിവസങ്ങളിൽ ഇവരുടെ ഇലകളിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു കായ്ഫലം എനിക്ക് ഇവരിൽ നിന്ന് കിട്ടാറുണ്ട്. ഈ പന്തൽ വിളകളൊക്കെ നമ്മൾ നടുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഇത് നട്ട് ഇവരൊരു 15 ഇല പൊക്കത്തിൽ വരുമ്പോൾ ഞാൻ ഇവരുടെ നാമ്പ് നുള്ളി വിടാറുണ്ട്. അപ്പോൾ അങ്ങനെ നുള്ളി വിടുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ശിഖരങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ കൂടെയുള്ള ഈ നാമ്പ് നുള്ളൽ ചെയ്യുന്നത് കൊണ്ട് കൂടുതലും പെൺപൂക്കൾ ഇതിനകത്ത് ഉണ്ടായി കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഇടയ്ക്കു നിന്നുള്ള ശിഖരങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വിടും. അത് നിർത്താൻ അനുവദിക്കത്തില്ല. പിന്നെ നമ്മുടെ കായ്ച്ചയുടെ ഒരു പിന്നെ കെണി തൂക്കിയിട്ടുണ്ട്. പിന്നെ കായ്ച്ച എല്ലാം ഇതിനകത്ത് വന്ന് പിന്നെ ഈ കെണിയിൽ അട്രാക്റ്റഡ് ആയിട്ട് ഈ കുപ്പിയിലേക്ക് വന്ന് വീഴുന്നു. പിന്നെ ഇവർക്ക് കായ്കൾ ഉണ്ടാകുമ്പോഴത്തേനും പിന്നെ ഇതെല്ലാം ഞാൻ പിന്നെ ഉണ്ടാവുന്ന ആ പൂവിടുന്ന സമയത്ത് തന്നെ ഞാൻ അതിനെ പേപ്പർ കൊണ്ട് ആദ്യം കവർ ചെയ്യും, പൂക്കൾ മാത്രം വെളിയിൽ നിർത്തി. പിന്നീട് പോളിനേഷൻ നടന്നതിന് ശേഷം ഞാൻ അവരെ ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവറുകളിലാക്കി ആണ് പിന്നെ ഇടുന്നത്. വയനാട്ടിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് അനൂപ് ആണിതെനിക്ക് പിന്നെ ഉണ്ടാക്കി തന്നത്. പിന്നെ അതുപോലെ ഇതിനകത്ത് പോൺലൈനർ വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 45 തിലാപ്പിയ കുഞ്ഞുങ്ങളെയാണ് ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു സമയത്ത് ഇതിനകത്ത് ആദ്യത്തെ തവണ ഞാൻ വിളവെടുത്തപ്പോഴത്തേന് എനിക്ക് പിന്നെ 1 കിലോ 900 തൊട്ട് 1 കിലോയ്ക്ക് ഇടയ്ക്ക് വിളവ് എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെ വെള്ളം പിന്നെ ഈ ഗ്രോ ബെഡിലേക്ക് അടിച്ച് കയറ്റുന്നത് മൂലം ഇതിൻ്റെ മീനിൻ്റെ വിസർജ്യം ഈ ചെടികൾ വളമായിട്ടെടുക്കുന്നു. ചെടികൾ വളമായിട്ടെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫിൽട്ടർ ചെയ്ത് നേരെ ഈ പിന്നെ പോണ്ടിലേക്ക് എത്തുന്നു. പിന്നെ ഇവർക്ക് ഞാൻ തീറ്റയായിട്ട് കൊടുക്കുന്നത് പെല്ലറ്റാണ്. പെല്ലറ്റിനോടൊപ്പം തന്നെ നമ്മുടെ സോൾജിയർ ഫ്ലൈയുടെ ലാർവേനെയും കൂടെ പിന്നെ തീറ്റയായിട്ട് ഞാനിവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വഴി എനിക്ക് വളരെയധികം ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ഇവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അനിത ചേച്ചിയുടെ കാര്യങ്ങൾ. എത്ര പറഞ്ഞാലും തീരാത്ത
കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഒരു അവാർഡ് എന്തുകൊണ്ട് കിട്ടി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീടിന് ചുറ്റും ടെറസിലും എല്ലാം ഉള്ള കാര്യങ്ങൾ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.